സർ, ഗാസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറും നടക്കുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ നീണ്ടു പോവുക. ഇപ്പോൾ ഗാസയിൽ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കണം. ഇപ്പോഴത്തെ ഗാസയിൽ ഈ പോക്ക് എങ്ങോട്ടായി പോകുന്നത്? എങ്ങോട്ടും പോകുന്നില്ല. ഇസ്രായേൽ വിചാരിച്ചെടുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് അവരടങ്ങുന്നു. അവർ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ദിസ് ഈസ് ഗോയിങ് ടു ബി എ വെരി ലോങ് വാർ. അതിൽ അവസാനത്തെ ഹമാസിനെയും തീർത്തിട്ട് ഞങ്ങൾക്ക് വിശ്രമം. അപ്പോൾ അതിനിടയ്ക്ക് അമേരിക്കയൊക്കെ ഇടപെട്ടിട്ട് സീസ് ഫയർ, അവർ ബന്ദികളെ വിട്ടുതരാം എന്നൊക്കെ പറഞ്ഞു. ബന്ദികൾ അപ്പോഴത്തേക്ക് കുറേയധികം പേര് മരിച്ചുപോയി. ബന്ദികളെ കുറച്ച് പേരെ വിട്ടുകൊടുത്തു, ഒന്നാം ഘട്ടം എന്നൊക്കെ പറഞ്ഞു. രണ്ടാം ഘട്ടത്തെ പറ്റി ചർച്ചയില്ല, മിണ്ടാട്ടവുമില്ല. ഗാസയിൽ കുടിവെള്ളം നിർത്തുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, പലതവണ നിർത്തിയിട്ടുണ്ട്. പലപ്പോഴും കൊടുക്കാൻ നേരെ കൊടുക്കാറൊന്നുമില്ല. ഗാസ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും, നോർത്തേൺ ഗാസ ആൻഡ് സദേൺ ഗാസയായിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഗാസക്കാർ. ഓടി വിഷമിക്കും. ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഇപ്പോൾ ഈ ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി. ഗാസയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടാതെ വന്നു. ഇടയ്ക്ക് സെലൻസ്കിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റ് അതിൻ്റെ മൂർധന്യത്തിൽ നിന്നപ്പോൾ സെലൻസ്കി ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സെലൻസ്കി എല്ലാ രാജ്യത്തും ഒക്കെ പോയിട്ട്, ചേട്ടാ എൻ്റെ കാര്യം ആരും ഒന്നും പറയുന്നില്ല, ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. താനാരാ? ഞാൻ സെലൻസ്കി, ഉക്രൈൻ. അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ഗതികേടായിരുന്നു. ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ആദ്യം ഈ സെലൻസ്കിയെ കയറി പിടിച്ചു. കാരണം പുള്ളി പറഞ്ഞപ്പോൾ തന്നെ ഇവർ വെടിനിർത്തി എഗ്രി ചെയ്ത് കാര്യങ്ങൾ നടന്നു. പിന്നെ സെലൻസ്കിയായി ചർച്ചാ വിഷയം. എല്ലാവരും സെലൻസ്കിയുടെ പിന്നാലെ ഓടി. അപ്പോൾ ഇസ്രായേലിനൊരു പക്ഷേ തോന്നിക്കാണും, ഒന്ന് ശ്രദ്ധ ഇങ്ങോട്ടും വേണമല്ലോ, ഇതെല്ലാവരും മറന്നു കളയണ്ട. അതുകൊണ്ട് വെള്ളം കൂടി മുട്ടിച്ചതൊക്കെ ആയിരിക്കും. ഇസ്രായേലിൻ്റെ ദയയിലാണ് ഗസ. അതവർ മനസ്സിലാക്കിയാലല്ലാതെ അവർക്ക് ഗുണം പിടിക്കില്ല. ഈ അവരുടെ ഭാഗത്ത് അല്പം മെരിറ്റുണ്ട്, മനുഷ്യരല്ലേ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇളവ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ കയറി പിടിച്ച് അവരാളുകളിക്കും. അവർക്ക് ലോകം മുഴുവൻ പ്രൊപ്പഗാൻഡ മെഷീനുണ്ട്. പാലസ്റ്റീൻ. ഈ പ്രൊപ്പഗാൻഡ മെഷീനാണ് ആരാ നമ്മുടെ രഞ്ജനി ശ്രീനിവാസനൊക്കെ കയറ്റി വിട്ടാണ്ടില്ലേ അവിടെ അമേരിക്ക ഇറങ്ങി പൊടി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഒരുപാടെണ്ണം അയാൾ ഇറക്കി വിട്ടു. എല്ലാവരെയും വീട്ടിൽ പോകാൻ പറഞ്ഞു. ഗാസക്കാരൊക്കെ അവിടെ നിന്ന് പോകുന്നു. എല്ലാം അവിടെ നിന്ന് പോകുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റി ശുദ്ധീകരിക്കുക, ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. എന്നാൽ പോലും പ്രൊപ്പഗാൻഡയുടെ കാര്യത്തിൽ ഇപ്പോഴും ഗസ അഥവാ പാലസ്റ്റീൻകാരാണ് മികച്ചു നിൽക്കുന്നത്. കേരളത്തിൽ ഈ പാലസ്റ്റീൻ കളി മുതലാവില്ല എന്ന് കണ്ടിട്ട് എല്ലാവരും അത് നിർത്തിവെച്ചു. എന്നാലും മീഡിയ വൺ ചാനലും മാധ്യമം പത്രവും നിരന്തരം ഗാസയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട് ഒരു പേരിന്. അപ്പോൾ അപ്പോഴാണ് ഈ കുടിവെള്ളം മുട്ടിച്ചു എന്നുള്ള വാർത്ത. ഇത് വലിയ കാര്യമൊന്നുമല്ല. കുടിവെള്ളം കുറച്ച് കഴിയുമ്പോൾ തുറന്നു കൊടുക്കും, കുറച്ച് കൊടുക്കാതിരിക്കും. അത് സെക്കൻഡ് ടേം ഓഫ് സീസ് ഫയർ. അതിനുവേണ്ടി ഗാസയെ ഫോഴ്സ് ചെയ്യുകയാണ് ഇസ്രായേൽ. സകലവിധ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങളും ഇസ്രായേൽ പയറ്റും. അവരുടെ ബന്ദികളെ വിട്ടുകിട്ടാനായിട്ട് എന്തും ചെയ്യും. അതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ. കുടിവെള്ളം മുട്ടിച്ചു കഴിഞ്ഞാൽ അത്രയും ഞങ്ങളുടെ ബന്ദികളെ തരണം എന്നുള്ള ഒരു നീക്കുപോക്കിന് ലോകശ്രദ്ധയെ ആകർഷിക്കാനും ആയിരിക്കില്ലേ ഇതിപ്പോൾ വീണ്ടും? ലോകശ്രദ്ധയെന്ന് ഇസ്രായേലിന് പ്രശ്നമല്ല. ലോകശ്രദ്ധ ഗസാക്കാർക്കാണ് പ്രശ്നം. അവർക്കാണ് ലോകശ്രദ്ധ ആവശ്യം. അല്ല, അവരിവിടെ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം, ഞങ്ങളുടെ സിറ്റിസനെ വിട്ട് തന്നാൽ. അതല്ല ഇസ്രായേലിൻ്റെ ഒരു പ്രാണബലം എന്ന് പറയുന്നതാണ്. അവരൊരുത്തനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇസ്രായേൽ ജോ ബൈഡൻ ഉള്ളപ്പോൾ എത്ര തവണ അവരോട് സീസ് ഫയറിന് ആവശ്യപ്പെട്ടു, അവർ ചെയ്തില്ല, നടക്കില്ല. ജോ ബൈഡൻ അവർക്ക് ബോംബ് കൊടുക്കാമെന്ന് പറഞ്ഞു, കാശ് വാങ്ങിച്ചു, ബോംബ് കൊടുത്തില്ല. എന്നിട്ടും ഇസ്രായേൽ വഴങ്ങിയില്ല. ട്രംപ് വന്നപ്പോഴാണ് എന്ത് മര്യാദകളാണ് ഇത്, കാശ് വാങ്ങിച്ചിട്ട് ബോംബ് കൊടുക്കാത്തത്, കൊടുക്കടാ ബോംബ് എന്ന് പറഞ്ഞിട്ട് ബോംബ് കൊടുത്തു. അവർ കൊണ്ടുപോയി ഇടുകയും ചെയ്തു ഗാസയിലൊക്കെ. അവർ ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കുന്നില്ല. ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ടോ ലോകരാഷ്ട്രങ്ങൾ അങ്ങനെ ഒരു കോംപ്ലക്സ് ഇസ്രായേലിനില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതനുസരിച്ചാണ് അവർ ഇതുവരെ പെരുമാറിയിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ അവർ പെരുമാറും. ബട്ട് മറ്റുള്ളവർക്ക് ഇത് ലോകശ്രദ്ധ എന്നൊക്കെ പറഞ്ഞ് ഈ സെലൻസ്കിയുടെ കാര്യത്തിൽ ശരിയാണ്. അങ്ങനെയൊക്കെ ഈ പബ്ലിസിറ്റി ക്രേസിയാണ്. പുള്ളി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വേണ്ടാത്ത വാചകമൊക്കെ അടിക്കും, എന്നിട്ട് തലമേടിക്കും, എന്നിട്ട് പിന്നെ എക്സിൽ കുറിച്ച് വയ്ക്കും, എനിക്ക് പറ്റിയ അബദ്ധമാണ്, സോറി, ഞാൻ നിങ്ങൾ പറഞ്ഞത് സമ്മതിക്കാൻ ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിസിറ്റി ക്രേസി ആയിട്ടുള്ള. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു TV ഫിഗറായിരുന്നു. ഹി ഹാഡ് ദാറ്റ് പ്രോബ്ലം.
അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. നെതന്യാഹുവിന് അതൊന്നുമില്ല. നെതന്യാഹു ടി വിക്ക് മുമ്പിൽ അനാവശ്യമായിട്ട് പ്രത്യക്ഷപ്പെടാറില്ല. കൊടുക്കാനൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ നടത്തും, കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഹി ജസ്റ്റ് ഡോണ്ട് കെയർ ഫോർ എനിബഡി വാട്ട്സ് എവർ. അതാണ് നെതന്യാഹുവിൻ്റെ പോക്ക്. അതുകൊണ്ട് ഹമാസിന് രക്ഷയില്ല. അവർ ഒരു ഭാവിയും അവർ പ്രതീക്ഷിക്കേണ്ട. അവരുടെ ടു നേഷൻ തിയറി മണ്ണാങ്കട്ട ഇതൊന്നും തന്നെ ഇസ്രായേൽ സമ്മതിക്കാൻ പോകുന്നില്ല. ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ഇപ്പോൾ നമുക്ക് വീണ്ടും അവരതിന് തയ്യാറായില്ലെങ്കിൽ വീണ്ടും ഒരു അറ്റാക്ക് ഇസ്രായേൽ മുന്നോട്ട് വരില്ലേ? ഇപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഞാൻ പറഞ്ഞില്ലേ, ന്യൂസിൽ യുക്രൈൻ പ്രശ്നത്തിന് പ്രാധാന്യം വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഒന്ന് പുറകോട്ട് പോയി. ദെയർഫോർ വി ഫീൽ ദാറ്റ് ദർ ഈസ് പീസ്. ഒന്നുമല്ല, ഇസ്രായേൽ നിരന്തരം ഗസയെ ആക്രമിക്കുന്നുണ്ട്, ബോംബ് ചെയ്യുന്നുണ്ട്, വെടിവെച്ച് കൊല്ലുന്നുണ്ട്, ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. മേ ബി പഴയ പോലെ ലാർജ് സ്കെയിലായിരിക്കില്ല, ലാർജ് സ്കെയിലിൽ ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ ഗസ കംപ്ലീറ്റ് തകർന്ന് സകല കെട്ടിടങ്ങളും നിലംപരിശായിട്ട് മരുഭൂമിയായിട്ട് കിടക്കുക. ഇനിയിപ്പോൾ അവിടെ എന്ത് ബോംബിടാൻ? അതുകൊണ്ട് വെടിവെച്ച് കൊല്ലുക, പിടിച്ചുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതിപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവരൊന്നും കുറച്ചിട്ടൊന്നുമില്ല. ഈ വൈദ്യുതി വിച്ഛേദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവിടുത്തെ കുടിവെള്ള പ്ലാന്റേഷനുകളൊക്കെ വർക്കിംഗ് ആവാണ്ട് വരില്ലേ? അപ്പോൾ ഇപ്പോൾ ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള സാധാരണ അവിടുത്തെ സിവിലിയൻസിനൊക്കെ അത് സഫർ. അത് എത്രയോ കാലമായി അവർ സഫർ ചെയ്യുന്നു. ഇസ്രായേൽ ഇപ്പോൾ വൈദ്യുതി വിച്ഛേദിച്ചു, അതേ തുടർന്ന് കുടിവെള്ള പ്ലാന്റ് നിലച്ചു, അങ്ങനെ ആശുപത്രിയിൽ പോലും വെള്ളം കിട്ടാതെയായി. ഇതൊരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഡിസ്ട്രോയിങ് ദ ഹോസ്പിറ്റലാണ്. അതിന് പകരം ഇസ്രായേൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എന്താ? സ്ട്രേറ്റ് അവേ ആശുപത്രിക്ക് അങ്ങ് ബോംബിടുക. വെള്ളവും വേണ്ട, വെളിച്ചവും വേണ്ട, ഒന്നും വേണ്ട, നേരെ ബോംബിട്ട് തീർക്കുക. കാരണം ഈ ആശുപത്രിയുടെ അണ്ടർഗ്രൗണ്ടിൽ ഗസയുടെ ഇവരുണ്ട്, ഹമാസുകാരുണ്ട്. അവരെ എങ്ങനെ നശിപ്പിക്കും? അവരെ നശിപ്പിക്കാതിരിക്കാനായിട്ട് ഒരു ഇൻഷുറൻസ് ആയിട്ടാണ് അവർ ആശുപത്രിക്ക് അടിയിൽ കയറിയിരിക്കുന്നത്, തുരങ്കമുണ്ടാക്കിയിട്ട്. അപ്പോൾ പിന്നെ ആശുപത്രി നശിപ്പിക്കുകയില്ലാതെ വേറെ മാർഗ്ഗമില്ല. 10 മിനിറ്റ് വാണിംഗ് കൊടുക്കും, ആശുപത്രിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോക്കോ, ഞങ്ങൾ ബോംബ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. 10ാമത്തെ മിനിറ്റിൽ ബോംബ് വീഴും, ആശുപത്രി തകരും, താഴെ ഇരിക്കുന്ന ഇവരും മരിച്ചു പോകും. ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ തലയിൽ ബോംബ് വീഴും, അകത്തിരുന്ന് കഴിഞ്ഞാൽ തലയിൽ ആശുപത്രി വീഴും. എങ്ങനെ പോയി കഴിഞ്ഞാലും ഹമാസിന് മരണം തന്നെ ആശ്രയം. അതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കുടിവെള്ളം, ഇലക്ട്രിസിറ്റിയൊക്കെ നിർത്തിവെക്കുന്നവർക്ക് ഒരു പുതുമയല്ല. ഗസക്കാർക്കും പുതുമയല്ല, ഇസ്രായേലിനും പുതുമയല്ല. ഇപ്പോൾ ഏകദേശം ഒരു ഹമാസിൻ്റെ അവസാന ഘട്ടത്തിലേക്കല്ലേ ഇപ്പോൾ ഇസ്രായേൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഹമാസിനെ സഹായിക്കാനായിട്ട് ഹൂത്തികളുടെ ഒരു സഹായം, ഇറാൻ്റെ ഒരു സഹായമൊക്കെ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം ഹൂത്തികൾ ഇപ്പോൾ ഹമാസിനെ സഹായിക്കാൻ ആയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹമാസിൻ്റെ ശത്രുവിനെ ആക്രമിക്കാൻ പറ്റും. ഹൂത്തികൾ ഇരിക്കുന്നത് ഈ ദക്ഷിണ യമൻ എന്ന് പറയുന്നത് മെയിൻ നമ്മളുടെ ഇൻ്റർനാഷണൽ വാട്ടർവേ, കപ്പലുകൾ പോകുന്നതിൻ്റെ അടുത്തായിട്ടാണ്. ആ അഡ്വാൻറ്റേജ് വെച്ചിട്ട് ഈ കപ്പലുകളെ ആക്രമിക്കുകയാണ് ഹൂത്തി ചെയ്യുന്നത്. അല്ലാതെ ഹമാസിനെ സഹായിക്കാൻ ഹൂത്തിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹമാസിൻ്റെ ശത്രുക്കളെ ആക്രമിക്കുക. അപ്പോൾ അങ്ങനെ എത്ര പേരെ ആക്രമിക്കും? ഇന്ത്യൻ കപ്പലുകളെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. നമ്മളാണിപ്പോൾ ആ കടലിടുക്കിൽ ഏറ്റവും അധികം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇന്ത്യൻ നേവിയാണ്. ഇന്ത്യൻ നേവി എടുത്ത് ഹൂത്തിക്കും ചെറിയൊരു ബഹുമാനമുണ്ട്. കാരണം തൊട്ട് വഷളാക്കണ്ട എന്നുള്ള രീതിയിൽ. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ്, ആർമി ആൻഡ് നേവി നോക്കിക്കഴിഞ്ഞാൽ അസാമാന്യമായ ഫോഴ്സാണ് നമ്മുടെ നേവി. ഇലക്ട്രോണിക്സ് രംഗത്ത് മറ്റ് 2 പേരെക്കാളും ഒരുപടി മുന്നിലാണ് നേവി നിൽക്കുന്നത്. നമ്മുടെ നേവൽ ചീഫ് എപ്പോഴും ഈ AI സംവിധാനങ്ങൾ, മറ്റതൊക്കെ വെച്ചിട്ടുള്ള ഇൻ്റലിജൻസ് ഗ്യാതറിങ്, അതിലൊക്കെയാണ് നേവൽ ചീഫ്. നമ്പർ 2 ആണ് ഈ ഓപ്പറേഷൻസ് നോക്കുന്നത്. ആർമിയിലോ എയർഫോഴ്സിലോ അങ്ങനെയല്ല. നമ്പർ 1 ആണ് ഈ നമ്മൾ സ്ട്രാറ്റജി തീരുമാനിക്കുക, ഇത് ആരെങ്കിലും ആക്രമിക്കുമോ, തിരിച്ചാക്രമിക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്പർ 1 ആണ് ആർമിയിലും എയർഫോഴ്സിലും. നേവി നേരെ തിരിച്ചാണ്, നമ്പർ 2 ആണ് ഇത് നോക്കുന്നത്. നമ്പർ 1 ടോട്ടലി നമ്മളുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ, സാറ്റലൈറ്റ് വഴി വരുന്ന സിഗ്നൽസ്, ഇതിൻ്റെയൊക്കെ റിസർച്ച്, ഇന്നോവേഷൻ, അത് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് സെക്ടറാണ്, അത് DOD, ഇതൊക്കെയാണ് നമ്പർ 1
നോക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യൻ നേവിക്കുണ്ട്. കടൽ ഭരിക്കുന്നവൻ കര ഭരിക്കും എന്ന് പറഞ്ഞ് പഴയ നെപ്പോളിയൻ്റെ കാലത്തെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ സ്ട്രോങ് നേവിയുള്ള രാജ്യമാണ് ഇപ്പോഴും സേഫായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് കടലിൽ നമ്മൾ വലിയ വീരശൂര പരാക്രമിയാണ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവി തൊടാൻ ഹൂത്തുകൾ പോലും അറയ്ക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.